الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ, അള്ളാഹു അത്രയും കാലം ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാനും അവസാനം ആഖിബത്ത് നന്നായി അള്ളാഹുലേക്ക് തിരിച്ചു പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും പ്രയാസങ്ങൾ നീക്കിത്തരുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ആമുഖമായി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഏപ്രിൽ 22-ാം തീയതി പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 30ഓളം ആളുകൾ മരണപ്പെട്ട വിവരം നമ്മളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഭാഷയിൽ നമ്മളതിനെ അപലപിക്കുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന മുസ്ലിം എന്ന നിലയിലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും നമ്മൾ ഓരോരുത്തരും ഇതിനെ അങ്ങേയറ്റത്തെ പ്രയാസത്തോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിർത്തിയിലുള്ള സുരക്ഷയെ സംബന്ധിച്ച ആശങ്കയും ഈ സന്ദർഭത്തിൽ നമ്മളിൽ വേട്ടയാടുന്നുണ്ട്. പെഹൽഗാം എന്ന് പറയുന്നത് കശ്മീർ ബോർഡറിൻ്റെ ഏകദേശം 200 കിലോമീറ്ററുകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതിർത്തി കാക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുന്ന സേനക്ക് ഇവിടെ 2 വർഷം മുമ്പ് നുഴഞ്ഞുകയറ്റം നടന്നു എന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ലാപ്സ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ അപകടം നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കി തരുന്നത്. എങ്കിൽ അതിൻ്റെ വിഷയത്തിൽ നമ്മൾ ആശങ്കകൾ നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുകയാണ്. അതിനോടൊപ്പം ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്, ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പുറത്തുള്ള ശക്തികളാണെങ്കിലും ശരി, രാജ്യത്തിൻ്റെ അകത്തുള്ള ശക്തികളാണെങ്കിലും ശരി, അവർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ അവർക്ക് ഭരണകൂടം ഏൽപ്പിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒന്ന് കലങ്ങി വരണമെങ്കിൽ ഇനി ദിവസങ്ങൾ കഴിയും. അതുകൊണ്ട് നമുക്കതിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല. കാരണം ഇപ്പോഴും കുറേ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റെ ലേബലിൽ ഇതിനെ ഒരു പുണ്യപ്രവൃത്തിയായി നമ്മൾ ആരും കാണുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇനി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതിൻ്റെ പേരിലാണ് നമ്മുടെ അയൽ രാജ്യം അങ്ങനെ മുസ്ലിമീങ്ങൾ പ്രയാസം നേരിടുന്നത് കൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും പറയേണ്ടതൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് വഖഫാകട്ടെ മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, അത് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഭരണഘടന നമുക്ക് നൽകുന്ന എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ടോ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈമാനികമായിട്ടും ആ നിലക്ക് നമ്മൾ അതിനെ ചെറുക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു അർത്ഥത്തിൽ മനുഷ്യന്മാരെ ഇല്ലായ്മ ചെയ്ത് നിരപരാധികളായ ആളുകളെ പേരും മതവും ചോദിച്ചിട്ട് ഇല്ലായ്മ ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരാണെങ്കിൽ
ആ ഒരു അർത്ഥത്തിൽ നമുക്ക് അവരുടെ സഹായം ആവശ്യമില്ല എന്ന ആർജവത്തോടു കൂടി നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കുതന്ത്ര ശക്തികളുടെ കുതന്ത്രത്തിനെയും അള്ളാഹു തകർക്കുമാറാകട്ടെ. ലോകത്ത് സമാധാനവും ശാന്തിയും അള്ളാഹു പ്രചരിപ്പിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വളരെ വിശാലമായി ചർച്ച ചെയ്തത് മനുഷ്യൻ്റെ സാമ്പത്തികമായ ഇടപെടലിനെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യൻ്റെ 24 മണിക്കൂറുള്ള ഒരു ദിവസം നമ്മൾ നോക്കിയാൽ അവൻ അതിൻ്റെ 1/3, ഏകദേശം 8 മണിക്കൂർ മിനിമം ഓരോ ആളുകളും ചെലവഴിക്കുന്ന മേഖല അത് സാമ്പത്തിക മേഖലയാണ്. അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് നമ്മൾ 7-8 പോയിന്റുകൾ വെച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പറയുകയുണ്ടായി. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ സമ്പാദ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവൻ പാലിക്കേണ്ട ചില മര്യാദകൾ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് അവൻ കച്ചവടം ചെയ്യുമ്പോൾ, സമ്പാദിക്കുമ്പോൾ, അതിനുവേണ്ടി അവൻ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ഇബാദത്തും പുണ്യപ്രവൃത്തിയുമായിട്ട് മാറും. ഹജ്ജിന് പോകൽ ഏതുപോലെ പുണ്യപ്രവർത്തനമാണോ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരങ്ങൾ എത്രമാത്രം പുണ്യപരമാണോ, അതുപോലെ തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ കീഴിൽ കഴിയുന്ന അയാളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നതും വലിയ ഇബാദത്തായി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ആദാബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അത് കേൾക്കാനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ആദാബ് എന്ന് പറയുന്നത് അന്നീയത്തു സ്വാലിഹ. നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ നീയത്തിനെ നന്നാക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയത്ത് വെക്കാറുണ്ട്, നോമ്പെടുക്കുമ്പോൾ നിയത്ത് വെക്കാറുണ്ട്. അങ്ങനെ കേവലം ചില ഇബാദത്തുകളിൽ മാത്രം ഒതുക്കേണ്ടതല്ല നീയത്ത് എന്ന് പറയുന്നത്. കച്ചവടം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കേന്ദ്രമാണ്. നമ്മൾ ആലോചിച്ചാൽ നിസ്കാരം 5-10 മിനിറ്റ് നമ്മൾ നിർവഹിക്കുന്നുള്ളൂ. സക്കാത്തും കുറഞ്ഞ സമയം കൊണ്ട് തീരും, കൊടുക്കൽ വാങ്ങൽ. റമദാനിലാണ് പിന്നെയും ദൈർഘ്യമേറിയ ഒരു അമൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ സമ്പാദ്യത്തിലാണ്, കച്ചവടത്തിലാണ്, ഉദ്യോഗത്തിലാണ്. അവിടെ നമ്മുടെ നിയ്യത്തിനെ നന്നാക്കണം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം അവർ പറയുന്നൊരു ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും അതിന് കൂലി അള്ളാഹു നൽകുന്നത് നിയ്യത്ത് അനുസരിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ പരാമർശിക്കുമായിരുന്നു, മനുഷ്യൻ കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സന്ദർഭത്തിൽ അവൻ ജോലിക്ക് പോകുമ്പോൾ അവൻ നിയ്യത്തിനെ നന്നാക്കണം. എന്താ അവൻ വെക്കേണ്ട നിയ്യത്ത്? ഈ കച്ചവടത്തിൽ കൂടി സമ്പാദിച്ചിട്ട് ജനങ്ങളോട് യാചിക്കാതെ ജീവിക്കാനുള്ള അവസരം എനിക്കുണ്ടാകണം. എൻ്റെ കുടുംബത്തിനെ പട്ടിണിയില്ലാതെ പോറ്റാൻ എനിക്ക് സാധിക്കണം. എൻ്റെ കീഴിൽ കഴിയുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി മാന്യമായ ജീവിതത്തിനുള്ള വകുപ്പുകൾ എനിക്ക് ഒരുക്കാൻ സാധിക്കണം. അതിലും അപ്പുറം വിശാലമായി ചിന്തിച്ചുകൊണ്ട് മനുഷ്യർക്ക്, മുസ്ലിമീങ്ങൾക്ക് നന്മ ചെയ്യാൻ, സ്വതക്ക ചെയ്യാനുള്ള ഏർപ്പാടുകളും മാർഗങ്ങളും എനിക്ക് ഇതിൽ കൂടി കിട്ടണം. ഇങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ കച്ചവടത്തിന് ഇറങ്ങിയാൽ അത് സമ്പൂർണമായ ഇബാദത്തായി മാറുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കേണ്ടതുണ്ട്. കുറെ സമ്പത്തുണ്ടാക്കി നമ്മളൊക്കെ പറയുന്നതാ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാകണം, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതൊക്കെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഒരു കച്ചവടത്തിന് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി പറ്റും നമ്മൾ പരാമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു മനുഷ്യൻ കച്ചവടം ചെയ്തിട്ട് ആ മനുഷ്യന് രാത്രി തളർന്നിട്ട് ഉറങ്ങിയാൽ ആ മനുഷ്യന്റെ ചെറുപാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ അത്ര ഗൗരവം അതിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിയ്യത്ത് നന്നാക്കണം. അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്താൽ ഒരുപക്ഷെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും. നിയ്യത്തില്ലാണ്ടാണ് കച്ചവടം ചെയ്യുന്നത്, ബാഹ്യമായി നമുക്ക് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടമേ ഉള്ളൂ, ആഖിറത്തിൽ പ്രത്യേകിച്ച് കൂലി ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ നല്ല നിയ്യത്തോടു കൂടി കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ബാഹ്യമായി നഷ്ടം സംഭവിച്ചാലും നമ്മളുടെ അമലുകളുടെ ഏടുകളിൽ അത് വലിയ അമലായി, അതിന് സവാബിനുള്ള കാരണമായി നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു ആദാബ് എന്ന് പറയുന്നത് കച്ചവടത്തിന് ഏർപ്പെടുമ്പോൾ, ഉദ്യോഗത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മസ്അലകൾ പഠിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ നിസ്കാരത്തിന് മസലകൾ നമുക്കറിയാം. എത്ര വട്ടം അനങ്ങിയാലും നിസ്കാരം ബാത്തിലാകും, എന്തൊക്കെ ചെയ്താലും വുളൂ മുറിയും, നിസ്കാരത്തിൽ ഓരോ ദിക്റും എത്ര വട്ടം പറയണം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പം മുതലേ അത് പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഏർപ്പെടുന്ന ഉദ്യോഗം, കച്ചവടം എന്ന് പറഞ്ഞാൽ ഉദ്യോഗം, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഏരിയയാണ്. അതെല്ലാം കൂടി പഠിക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ ഏർപ്പെടുന്ന മേഖല, ഞാനൊരു ദിവസത്തിന് കൂലിപ്പണി എടുക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിലെന്തൊക്കെ ശരീഅത്തിന്റെ ഹറാം ഹലാലുകളുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഞാനൊരു മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിധിവിലക്കുകൾ എനിക്കുണ്ട്.
അതിനല്ല ഞാൻ ഒരു റിക്ഷ സർവീസ് നടത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാക്സി സർവീസ് നടത്തുന്ന ആളാണെങ്കിൽ, ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയൊക്കെ മറിച്ചു വെക്കുന്ന ആളാണെങ്കിൽ, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിധിവിലക്കുകളുണ്ട് അതറിഞ്ഞാലല്ലേ പിന്നെ പാലിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യബിഅ ഫീ സൂഖിനാ ഇല്ലാ മൻ തഫഖഹ ഫിദ്ദീൻ. നമ്മൾ സാധാരണ ഓരോ ജോലിക്കും ക്വാളിഫിക്കേഷൻ പറയുമല്ലോ, അതിന്റെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മദീനത്തെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനുള്ള പെർമിറ്റ് ലഭിക്കണമെങ്കിൽ, അനുവാദം ലഭിക്കണമെങ്കിൽ ആ മനുഷ്യൻ അവന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട മസലകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അനുവാദം കൊടുക്കുകയുള്ളൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അതൊരു കേവല വർത്തമാനം മാത്രമല്ല. മഹാനവർകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും, എന്നിട്ട് ചില കച്ചവടക്കാരുടെ പോയിട്ട് മഹാനവർകൾ ചോദിക്കും, നിനക്ക് ഇതിന്റെ മസലകളൊക്കെ കൃത്യമായി അറിയുമോ? ഇതിന്റെ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ, ഇവിടെ ഹലാൽ എങ്ങനെയാണ് ഹറാം എങ്ങനെയാണ് നിനക്കറിയുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവൻക്ക് അത് അറിയില്ല എങ്കിൽ അവനെ ആ മാർക്കറ്റിൽ നിന്നും ആട്ടി ഓടിക്കുമായിരുന്നു എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. എന്താണ് കാര്യം? അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ വിപത്ത്, അവൻ ഹറാമിലേക്ക് പോകുമെന്ന് മാത്രമല്ല, അതുകൊണ്ട് അവൻ മറ്റുള്ളവരും ഹറാമിലേക്ക് പോക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഹോട്ടൽ നടത്തുന്ന ആള്, ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് അയാൾ അവിടെ സെർവ് ചെയ്യുന്നത്. അയാളുടെ അപാകത ഉണ്ടായി കഴിഞ്ഞാൽ, അയാളെന്ന് അശ്രദ്ധയിലായാൽ, അയാളുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇബാദത്ത് ഫസാദാക്കാൻ വേണ്ടി പറ്റും. ആയിരക്കണക്കിന് ആളുകളുടെ ഇബാദത്ത് ഫസാദാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഈ വിളമ്പുന്ന ഭക്ഷണം ഹലാലല്ലാതെ ഇരുന്നാൽ മതി. അറക്കുന്ന രീതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അത് ഈ മുതലാളി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ആരാണോ അതിന് ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അയാളുടെ ഹോട്ടലിൽ വന്ന് ആരെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവരുടെ ഇബാദത്ത് ഫസാദാകുമെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ നാളെ കയ്യും കെട്ടി അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് താൻ ഏത് മേഖലയിലാണ് ഏർപ്പെടുന്നത്, എല്ലാം കൂടി പഠിക്കൽ പോസിബിൾ അല്ല, അത് സാധ്യമാവുകയും ചെയ്യില്ല. ഞാൻ ഏത് മേഖലയിലാണ് ബന്ധപ്പെടുന്നത്? ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ റെന്റിന് കൊടുക്കുക. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. ഇതിനൊക്കെ ഇസ്ലാമികമായി എവിടെ എന്ത് പറ്റും, എത്ര പറ്റും എന്നൊക്കെ കൃത്യമായ അളവുകളുണ്ട്. അത് പഠിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മനിത്തജറ ഖബല അൻ യതഫഖഹ ഇർതതമ ഫി റിബ. ഒരാൾ ഫിഖ്ഹിന്റെ ഹുക്കുമുകൾ പഠിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് അവൻ ഏർപ്പെടുന്ന കർമ്മത്തിന്റെ വിധികൾ പഠിക്കുന്നതിന് മുമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അവൻ പലിശയിൽ വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് അതിനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ചെയ്യുന്ന കച്ചവടത്തിന്റെ രീതികൾ നമുക്ക് വിശ്വസ്തരായ ഉലമാഇന്റെ അടുക്കൽ, ഇൽമുമായി ബന്ധമുള്ള ആളുകളെ പോയിട്ട് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൽ ഇസ്ലാമികമായി വിരുദ്ധമായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊരു അഷുറൻസ്, ഒരു ഉറപ്പ് വരുത്തലെങ്കിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലാക്കി തരുമാറാകട്ടെ. മറ്റൊരു മര്യാദ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അത്തബ്കീറു ഫീ ത്വലബി റിസ്ഖി. നമ്മുടെ ഉദ്യോഗത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുന്നത്, നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പുറപ്പെടണം. നമ്മുടെ നാട്ടിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാം ഏകദേശം തുടങ്ങുന്നത്, കുറച്ച് സംരംഭങ്ങൾ ഒഴികെ എല്ലാം 9:30 മണി 10 മണിക്കാണ് ഓഫീസ് ടൈമുകളൊക്കെ തുറക്കുന്നത്. എന്തൊരു ഭാഗ്യക്കേടാണ് എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹാ. പടച്ചവനെ, ബുക്കൂർ എന്ന് പറഞ്ഞാൽ സുബ്ഹിയൊക്കെ കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ അടുത്ത സമയത്തിനാണ് ബുക്കൂർ എന്ന് പറയുക. അതിരാവിലെ ജോലിക്ക് പോകുന്ന, ഉദ്യോഗത്തിന് പോകുന്ന, കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന എൻ്റെ സമുദായത്തിന് എന്ത് രീതിയിലുള്ളതാകട്ടെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. നബി തങ്ങൾ അങ്ങനെ ഒരു കച്ചവട സംഘത്തിന് അയക്കുന്നുണ്ടെങ്കിൽ, ഒരു സംഘത്തിന് ജിഹാദിന് വേണ്ടി അയക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആയിരുന്നു അയക്കാറുള്ളത്, 10 മണിക്കല്ല. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ കച്ചവടത്തിന്, ഇപ്പം നമ്മുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്കതിനെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. നമ്മുടെ സ്വയം തൊഴിലാണെങ്കിൽ, ഇപ്പൊ പെയിന്റിന്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ വീടിന്റെ പണിക്കാരൊക്കെ ആണെങ്കിൽ, നമ്മൾ ആ രീതിയിൽ നമ്മുടെ ആ കച്ചവടത്തിനെ, നമ്മുടെ ഇടപെടലിനെ, തൊഴിലിനെ അതൊരു സുന്നത്തായ രീതിയിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സഖർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയായിരുന്നു. അദ്ദേഹം ഈ ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ കച്ചവട സംഘത്തിനൊക്കെ അയക്കുമ്പോൾ, അദ്ദേഹത്തിന് കീഴിൽ കുറെ കച്ചവട സംഘം ഉണ്ടായിരുന്നു, രാവിലെയാണ് അയക്കാൻ വേണ്ടി തുടങ്ങി. ആ ഹദീസ് കേട്ടതിന് ശേഷം, തഫ്സീർ ഹദീസുകളിൽ കാണാൻ വേണ്ടി പറ്റും, അതിനുശേഷം അയാൾക്ക് വലിയ ലാഭം കിട്ടി, നല്ല സാമ്പത്തികമായ
അവസ്ഥയിലേക്ക് എത്തി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ മറ്റൊരു മര്യാദ അത്തബ്കീറു ഫീ തലബി റിസ്ഖി, റിസ്ക് തേടാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ അത് രാവിലെ നമ്മൾ പുറപ്പെടണം. ഏത് തൊഴിലാകട്ടെ, ഇപ്പോൾ ഓഫീസ് ടൈം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റൽ പോസിബിൾ അല്ല, എങ്കിലും നമുക്ക് കഴിയുന്ന മേഖലകളിൽ നമ്മുടെ ജോലികളും നമ്മുടെ കസ്ബുകളും നമ്മൾ രാവിലെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ദിക്റുല്ലാഹി ഇൻദ ദുഖൂലി സൂഖി, കച്ചവടത്തിലേക്ക് പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന് അവിടെ പ്രത്യേകം ഓർക്കൽ വലിയ ഇബാദത്താണ്. അവിടെ പ്രത്യേകം ദിക്ർ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മൻ ദഖല സൂഖ, ആരെങ്കിലും ഒരാൾ മാർക്കറ്റിൽ പ്രവേശിച്ചു, ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് വഹുവ ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദുആ ഒരാൾ പറഞ്ഞാൽ, നമ്മൾ സാധാരണ മഗ്രിബിന് ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ആ ദിക്ർ, അതിന്റെ ദിക്റിന്റെ കൂട്ടത്തിൽ ഒരു അല്പം കൂടി വർധന ഈ ദിക്റിലുണ്ട്. വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ, ഇതാണ് അധികരിച്ച 3 വാക്യം. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസിൽ കാണാം അവന് 1,00,000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. 1,00,000 നന്മ. ഇത് പറയാൻ എത്ര സെക്കൻഡ് വേണം? അതുപോലെ തന്നെ 1,00,000 അവന്റെ ചെറുപാപങ്ങൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. അവന് 1,00,000 ദറജകൾ ഉയർത്തി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അങ്ങാടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തോന്നിവാസിയാകുന്നത് അങ്ങാടിയിലാണ്. ഔറത്ത് മറച്ച് നടക്കുന്ന മനുഷ്യൻ അവൻ തുണി പൊക്കി കെട്ടാൻ വേണ്ടി തുടങ്ങുന്നത് മാർക്കറ്റിൽ എത്തുമ്പോഴാണ്. ചില ആളുകൾ നമ്മൾ പറയാണ്, നീ എന്താ മാർക്കറ്റിലെ സ്വഭാവം കാണിക്കുന്നത്? അപ്പൊ മാർക്കറ്റിന് അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സ്വഭാവമുണ്ട്, മാന്യതയുടെ അല്ലാത്ത സ്വഭാവം, അസഭ്യങ്ങൾ പറയുന്ന സ്വഭാവം. അവിടെ തെറിവിളിക്കൽ അനുവദനീയമാണെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മാർക്കറ്റിൽ നമുക്ക് തെറിവിളിക്കാന്നാ. അപ്പൊ ഈ അശ്രദ്ധയുടെ സെന്ററിൽ, ആ അശ്രദ്ധയുടെ ഗേഹത്തിൽ വെച്ചിട്ട് അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഓർക്കുന്നുണ്ടെങ്കിൽ അവന് വലിയ സവാബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സഹാബാക്കൾ ഈ അവസരം എത്രത്തോളം മുതലെടുത്തു എന്ന് ചോദിച്ചാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അതുപോലുള്ള സഹാബികളൊക്കെ അവർക്ക് അങ്ങനെ കച്ചവടമായിട്ട് വലിയ ഇടപാടൊന്നുമില്ല. അവർ ഇൽമുമായി കൂടുതൽ ബന്ധപ്പെട്ട മഹത്തുക്കളാണ്. അവർ ഈ ഹദീസിൽ പറയപ്പെട്ട കൂലി ലഭിക്കാൻ വേണ്ടി വെറുതെ മാർക്കറ്റിൽ പോകും. വെറുതെ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലും. കുറച്ചു നേരം നിങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരും. അതുപോലെ സലാമിന്റെ മഹത്വം പറയുമ്പോൾ ഒരു ഹദീസ് നമുക്ക് കാണാം. അപ്പൊ സഹാബാക്കളുടെ ചിന്തയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സഹാബി അദ്ദേഹത്തിന്റെ അനുജൻ ശിഷ്യനെയും കൂട്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ പോയി കുറച്ച് സമയം വരുന്നു. അപ്പൊ ഇദ്ദേഹം കരുതിയത് സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടെന്നാ. കുറെ നേരം ഇരുന്നു, മൂപ്പർ സാധനം ഒന്നും വാങ്ങിച്ചില്ല. അതുപോലെ തിരിച്ചു വന്നു. അപ്പൊ ശിഷ്യൻ ചോദിച്ചല്ല, നിങ്ങൾ എന്തിനാ അപ്പൊ മാർക്കറ്റിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയത്? നിങ്ങളൊരു സാധനം വാങ്ങിച്ചുമില്ല, നിങ്ങളൊരു സാധനം വിറ്റതുമില്ല. അപ്പൊ ആ മനുഷ്യൻ, ആ സഹാബി പറയണ്ടായി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനോട് അങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിന് 10 നന്മയാണ്, ഇങ്ങോട്ട് സലാം മടക്കിയാൽ അവനൊരു നന്മ കിട്ടും. അപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പോയി ആളുകളെ കാണുമ്പോൾ അവരോട് സലാം പറയാനുള്ള നീയത്തിലാണ് ഞാൻ പോകുന്നത്. നമ്മൾ വളച്ചൊടിക്കരുത് ആ ഹദീസിനെ. വെറുതെ മാർക്കറ്റിൽ പോയി എന്ന് റോഡ് സൈഡുകളിൽ ഇരിക്കാനുള്ള തെളിവായി ഹദീസിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അവരുടെ ആ നല്ല നീയത്ത്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ കച്ചവട കേന്ദ്രങ്ങളിൽ പോയി ഈ ദിക്ർ ചൊല്ലുമായിരുന്നു. എന്താ കാരണം? മാർക്കറ്റിൽ പോയി ഈ ദിക്ർ ചൊല്ലിയാൽ ഇത്രയും വലിയ സവാബുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കിട്ടട്ടെ. മറ്റൊന്ന്, അല്ലാഹു തആല ചില ആണുങ്ങളെ കുറിച്ച്, ചില പുരുഷന്മാരെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു അവരെ പറ്റി അവരംഗീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഉപയോഗിച്ച വാക്യം റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ചില ആണുങ്ങളുണ്ട്, അവരാരാണ്? ലാ തുൽഹീഹിം തിജാറ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ കൊടുക്കൽ വാങ്ങലുകളോ അവരുടെ കച്ചവടങ്ങളോ അവരുടെ ഉദ്യോഗങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ ഓർമ്മയിൽ തൊട്ടും അവർ അശ്രദ്ധമാക്കുകയില്ല. അവരെവിടെ പോയാലും അള്ളാഹുവിനെ ഓർക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുസ്ലിമീങ്ങളെ കച്ചവട സ്ഥാപനവും അമുസ്ലിമീങ്ങളെ കച്ചവട സ്ഥാപനവും നിലവിലുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർ രാവിലെ വന്ന് കട തുറക്കും. രാവിലെ വന്ന് കട തുറന്നിട്ട് അവരുടെ ദൈവങ്ങൾക്ക്, അവർ മൂർത്തികളായി കാണുന്ന വസ്തുക്കൾക്ക് അവർ ചില പൂജകളൊക്കെ നിർവഹിക്കും. ആ രീതിയിലുള്ള വസ്തുക്കളൊക്കെ അവിടെ കത്തിക്കപ്പെടും. അതിന് ചില വസ്തുക്കൾ നൽകും. എന്നിട്ടൊക്കെയാണ് അവരുടെ കട തുടങ്ങുക. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അത് കാണുമ്പോൾ ഇവർ ഇതിലെ വിശ്വാസികളാണ് എന്നെങ്കിലും മിനിമം ഒരു മുസ്ലിമിനോ അവിടെ പോകുന്ന ആൾക്കോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു മുസ്ലിമിൻ്റെ കടയിലേക്ക് നമ്മൾ നോക്കി,
അള്ളാഹു മനസ്സിലാക്കി തരുമ്പോൾ നമ്മളായിരിക്കും വലിയ മാഷാ അല്ലാന്റെ സ്റ്റിക്കറും ബാറക്കല്ലാന്റെ സ്റ്റിക്കറും ഇൻഷാ അല്ലാന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ, വണ്ടിന്റെ ബാക്കിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ദിക്റുള്ള ഫുള്ളായി എന്നാണ് നമ്മൾ തെറ്റിദ്ധാരണ. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഇയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു അലാമത്തെങ്കിലും അടയാളമെങ്കിലും നമ്മളവിടെ വെക്കണ്ടേ? അതാണ് റിജാലുല്ലാത്തുൽഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ല. അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് വിസ്മൃതിയിലാകാൻ വേണ്ടി പാടില്ല. ചില ഹോസ്പിറ്റലുകൾ, ഞാൻ പേരൊന്നും എടുത്തു പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ഹോസ്പിറ്റലുകൾക്ക് പോയി കഴിഞ്ഞാൽ വളരെ നേരിയ ശബ്ദത്തിൽ അവരുടെ മതഗ്രന്ഥത്തിന്റെ വരികളും മറ്റും പാരായണം ചെയ്യുന്ന ഓഡിയോകൾ പ്ലേ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. എന്തേ മുസ്ലിം സമുദായത്തിന് പറ്റുന്നില്ല? വർഗീയത പറയുന്നുള്ള പേടിയൊന്നല്ല. നമുക്കിങ്ങനെ ലിബറലിസത്തിനോടും ഈ പറയപ്പെട്ട ആധുനികതയോടൊക്കെ നമുക്കിങ്ങനെ ബലാബലം നിൽക്കണം. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയപ്പെട്ട നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും നമ്മൾ ആലോചിക്കും. ഞാൻ എൻ്റെ ലൈഫിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ 1/3 സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് എൻ്റെ കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ എൻ്റെ ഓഫീസ്. ആ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പോലും മുസ്ലിമീങ്ങൾ നമ്മൾ ആരെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്? അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ അള്ളാഹുവിന്റെ സഹായം ഈ കച്ചവടത്തിൽ ഉണ്ടാകും? തനി ഹറാമിന്റെ പകർപ്പുകളെ, തനി ഹറാമിനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ, ആ രീതിയിൽ സമൂഹം അംഗീകരിച്ച ആളുകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ കച്ചവടത്തിനെയും സെന്ററുകളെയും നമ്മൾ മഹത്വവൽക്കരിക്കുന്നതെങ്കിൽ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം കിട്ടും? നമ്മൾ പരാതിയും എന്റെ കച്ചവടത്തിൽ ഉഷാറില്ല, അതാരോ സിഹിർ ചെയ്തതാണ്, തീർന്നല്ലോ, അവനെ കഴിഞ്ഞു. നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല. കച്ചവടം അങ്ങനെയാണ്. ഈ കച്ചവടക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, അടുത്തൊരു ഹോട്ടൽ വന്ന് കച്ചവടം പറഞ്ഞു, വേഗം പോയിട്ട് പരിശോധിക്കും, ഉസ്താദെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, അടുത്തൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഓൻ എന്തോ കാര്യമായിട്ട് സിഹിർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കച്ചവടം മുടങ്ങിയത്. നമ്മൾ പോയിട്ട് നോക്കി ആ കച്ചവടത്തിൽ എന്തെല്ലാം ഹറാമുകൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരിശോധിച്ച് നോക്കിയാൽ സിഹിർ ഇതിനേക്കാൾ കുറച്ചാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. സിഹിർ ഇല്ലാന്നൊന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. കച്ചവട സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ ദിക്റിനെ നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓഫീസുകളിൽ ഒരു ഖുർആൻ നമുക്ക് വെക്കാം, ഒരു തടസ്സമില്ല. കുറച്ച് ഉയരത്തിൽ നമുക്ക് ശുദ്ധിയിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു ഖുർആൻ നിങ്ങൾ വെക്കിൻ. ഇടയ്ക്കൊരു സമയം കിട്ടുമ്പോൾ നിങ്ങൾ 1-2 പേജ് നിങ്ങൾ പാരായണം ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു അമുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ മുസ്ലിമായ വ്യക്തിയോ തന്നെ അയാള് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുന്നത് കാണുമ്പോൾ ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഈമാനിയായ പ്രതിഫലനം എത്ര ഉയർന്നതായിരിക്കും. നമ്മളിത് പള്ളിയിൽ നിന്ന് മാത്രം ഓതേണ്ടത് അങ്ങനെ കുറച്ച് കാര്യം, പള്ളിയിൽ നിന്ന് മാത്രം ചെയ്യേണ്ടത് അങ്ങനെ കുറച്ച് കാര്യം. പ്രിയമുള്ളവരെ, നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ റിജാലുൻ ലാ തുൽഹിഹിം തിജാറ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധയിലാകാൻ വേണ്ടി പാടില്ല. വാഹനം ഓടിക്കുന്ന ആളുകൾ, ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അവരൊക്കെ ഈ മ്യൂസിക്കുമായിട്ടാണ് ഈ വാഹനങ്ങൾ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ അവരോട് പറയുമ്പോൾ എന്താ പറയാന്നറിയോ? അതില്ലെങ്കിൽ ആൾക്കാർ കയറൂലെന്ന്. അപ്പൊ ആൾക്കാരെ ആകർഷിപ്പിക്കണം. വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാൻ. ഒരു റമദാൻ മാസത്തിൽ ഒരു സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യാൻ, ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഘോരമായ ശബ്ദത്തിൽ പാട്ട് വെക്കുന്നുണ്ട്, അതിഘോരമായ ശബ്ദത്തിൽ, അസഹനീയമായി. ചെറിയ ശബ്ദമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയപ്പെട്ട പോലെ ഇയർഫോണോ എയർ ഡോപ്സോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി ഒരു സമാധാനം ഉണ്ടാവും. ഗതി കെട്ടിട്ട് കണ്ടക്ടറോട് വളരെ മാന്യമായിട്ട്, മുസ്ലിമാണ്, വളരെ മാന്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ശബ്ദം ഒന്ന് കുറച്ച് തന്നാൽ വളരെ നന്നായിരിക്കും, റാഹത്തായിരിക്കും, റമദാനും അല്ലേ എന്നും കൂടി പറഞ്ഞു കൊടുത്തു, റമദാനും അല്ലേ. അയാളൊരു മറുപടി പറഞ്ഞു, അങ്ങനെ പാട്ടൊന്ന് ഓഫാക്കിയാൽ ആളുകൾ ബസ്സിൽ കയറൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരു അനുഭവം മറ്റൊരു യാത്രയിൽ പ്രൈവറ്റ് ബസ്സിൽ തന്നെ അമുസ്ലിമായിരുന്നു കണ്ടക്ടർ. വേദന തോന്നുകയാണ് മുഅ്മിനീങ്ങളെ, വേദന തോന്നുകയാണ് നമുക്ക്. അമുസ്ലിമാണ് അയാള്. പാർട്ടി പറഞ്ഞാൽ പൊടിക്കുന്നുണ്ട്. നമ്മുടെ ഒന്ന് ശബ്ദം കുറക്കുമെന്നേ അയാളോട് ചോദിച്ചിട്ടുള്ളൂ. കാരണം അയാളോട് അങ്ങനെ പറയാൻ പറ്റൂ, പാട്ട് ഓഫാക്കെന്ന് പറയാൻ പറ്റൂല. മാപ്പിളനോട് അങ്ങനെ പറയാമല്ലോ, എനിക്ക് തിരികെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ഒന്ന് ശബ്ദം കുറക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ വേഗം പോയി, അയാൾ പാട്ട് ഓഫ് ചെയ്തു. നമ്മളാണ് ഹറാമിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഹോട്ടൽ നടത്തുന്നു, നല്ല പാട്ട്, നല്ല DJ, നല്ല ആളുകൾക്ക് സുഖിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകൾ വെച്ചെടുത്തോണ്ടിരിക്കുകയാണ്. എന്താ അങ്ങനെ ഉണ്ടായാലും ഒരു ആംബിയൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടായാണ് ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹറാമാണ് തീറ്റിക്കുന്ന ഈ വരുന്നവരെ. നിങ്ങൾ കച്ചവട ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പിൽ പോയി നമുക്ക് കാണാം. എന്തേ നിങ്ങൾ ഇനി ഓക്കെ
അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ അതൊരു കൺസ്യൂമർ സൈക്കോളജിയാണ്. സാധനം വാങ്ങാൻ വരുന്നവനെ കടയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില ടെക്നിക്കുകളാണ് ഈ പറഞ്ഞതൊക്കെ. സൗകര്യം ചെയ്തു കൊടുക്കൽ, ഇരിക്കാനുള്ള സൗകര്യം ചെയ്യൽ, കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ചെയ്യലൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ, നമുക്കതിന്റെ ഹലാൽ കിട്ടുമല്ലോ. നിങ്ങൾ എന്തിനാ മ്യൂസിക് ഉള്ളത് ഉപയോഗിക്കുന്നത്? അത് മാറ്റി നിങ്ങൾക്ക് അവിടെ ഖുർആനോ മറ്റോ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷെ ഖുർആൻ വെക്കുമ്പോൾ ചർച്ച ഉണ്ടാകും, അശ്രദ്ധയിലാകുന്ന സ്ഥലമാണ് ഖുർആൻ വെക്കാൻ പറ്റോ ഇല്ലെന്നുണ്ട്. അത് പരിഗണിക്കേണ്ട ഒരു ചർച്ച തന്നെയാണ്. മ്യൂസിക് ഇല്ലാത്ത നശീദകൾ ഉണ്ടല്ലോ, ഹലാലായ സോങ്സ് ഉണ്ടല്ലോ ഇസ്ലാമികമായിട്ടുള്ളത്. മിനിമം അതെങ്കിലും നിങ്ങൾ വെക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ഒരു പക്ഷേ അത് കേൾക്കാൻ വരുന്ന ആർക്കാണ് എപ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ ഒരുക്കി. പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ളതല്ല, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ളത്. പുരുഷന്മാർക്ക് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ പള്ളികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മാളുകളിൽ അൽഹംദുലില്ലാഹ് സജീവമായിട്ടുണ്ട് ഈ ഒരു തർത്തീബ്. എന്നാൽ വസ്ത്രത്തിന്റെ ഷോപ്പുകളിൽ നമ്മളിത് കാണുന്നില്ല. നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്പേസ് മതി, ചെറിയൊരു സ്പേസ് നമ്മൾ കൊടുക്കിൻ, അവിടെ നമ്മൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അപ്പൊ ആ സ്ത്രീകൾ വന്ന് പലരും ഈ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് നിസ്കാരം ഖളാ ആക്കാനുള്ള അനുവാദമുള്ള സ്ഥലം എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. ഷോപ്പിങ്ങിന് പോവൽ, നമ്മുടെ ജമ്മു കശ്മീരൊക്കെ പറയുമ്പോൾ 82 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഷോപ്പിങ്ങിന് പോയാൽ അന്ന് ളുഹർ അസ്ർ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി തെറ്റിദ്ധാരണ. നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ നിലകൊള്ളുന്ന എൻ്റെ സ്ഥലത്ത്, എൻ്റെ സ്പേസിൽ അവിടെ എങ്ങനെയൊക്കെ ദഅവത്ത് ചെയ്യാം എന്നുള്ളത്. ദഅവത്ത് ഇങ്ങനെ നാവുകൊണ്ട് പറയാന്ന് മാത്രമല്ല, ഈ പറഞ്ഞതൊക്കെ ദഅവത്തിന്റെ മാർഗങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കുറേ പറയാനുണ്ട്. അത് ദിക്റിന്റെ ഭാഗം പറയുമ്പോൾ അതിൽ തന്നെ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഒക്കെ ഒരുപാട് നമുക്ക് പറയാം. നിങ്ങൾ ഷോപ്പുകളിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റിക്കർ, അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദിക്ർ പ്രിന്റ് ചെയ്ത ഒരു സ്റ്റിക്കർ നിങ്ങളുടെ ഷോപ്പുകളിൽ ഒട്ടിക്കിൻ. ഈ ഹദീസും ഹദീസിന്റെ അർത്ഥവും അതിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് വന്നത് എന്നതും കൂടി നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് ഒട്ടിക്കിൻ. ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് നമ്മൾ പള്ളികളിലൊക്കെ അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക, ഇത് അറിയാം, എല്ലാവർക്കും അറിയാം. പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹു മഫ്തൽ, എന്താ ഒരു മുദക്കിറയാണ്, കാണുമ്പോൾ മനുഷ്യർക്ക് ഓർമ്മ വരും, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നതുപോലെ നമ്മുടെ ഷോപ്പുകൾ ഇങ്ങനത്തെ സ്റ്റിക്കറുകൾ ഒട്ടിക്കിൻ. നിങ്ങൾ സൗദിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഹറമിലൊക്കെ പോയിട്ട് അതിന്റെ അടുത്തുള്ള ഷോപ്പുകളിലും ആ മാർക്കറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന 1-2 സ്റ്റിക്കറുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒന്നെന്തായിരുന്നു അറിയോ? നിങ്ങൾ പള്ളികളിൽ സമയം കൂടുതൽ ചെലവഴിക്കുക. കാരണം മനുഷ്യരുടെ പൈസയും കൊടുത്തിട്ട് ഉംറക്ക് വന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ സമയം ചെലവഴിക്കേണ്ടതിന് പകരം ഈ കോംപ്ലക്സിൽ കണ്ട് സമയം ചെലവഴിച്ചാൽ അത് പ്രയാസമാണ്. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ CCTVന്റെ പുറത്ത് കാണണം, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പ് കയറുന്ന ആ സ്ഥലത്ത് അള്ളാഹു അക്ബർ എന്ന് ഒരു സ്റ്റിക്കർ നിങ്ങൾ ഒട്ടിക്കും. കാരണം ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ ആ ഇറങ്ങുന്ന പൊസിഷനിൽ സുബ്ഹാനല്ലാഹ് എന്ന് എഴുതി അവിടെ ഒരു സ്റ്റിക്കർ നിങ്ങൾ പ്ലേസ് ചെയ്യും. ആ സുബ്ഹാനല്ലാഹ് ചെല്ലൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സുന്നത്താണ് എന്ന് ഹദീസുകൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പറ്റാവുന്ന, ഇതൊന്നും വലിയ ലക്ഷക്കണക്കിന് രൂപന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ഇടപാടൊന്നല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് കിട്ടുന്ന മുതൽ ഹലാലാണ് എന്ന് 100% ഉറപ്പുവരുത്തണം. ഹലാൽ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ദുആഇന് ഇജാബത്ത് ഉണ്ടാവുകയില്ല, നമ്മുടെ അമലുകൾ മഖബൂലാവുകയില്ല. ഇതിനേക്കാൾ അപകടം, ഞാൻ ഈ കൊടുക്കുന്ന പണം കൊണ്ടാണ്, ഈ സമ്പത്താണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, എൻ്റെ മാതാവിന് കൊടുക്കുന്നത്, ഞാൻ സ്വതക്ക, അവരൊക്കെ ഹറാമിന്റെ അംശം തീറ്റിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിഷം കൊടുക്കുകയാണ്. നമ്മൾ വിഷം അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും മരിക്കും. നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അറിയാതെ കഴിച്ചു പോയാൽ കുറ്റം കിട്ടൂലെന്നേ ഉള്ളൂ. അറിയാതെ വിഷം കഴിച്ചാൽ കുറ്റം കിട്ടൂല, പക്ഷെ എഫക്റ്റ് ഉണ്ടാകും. എന്നതുപോലെ ഹറാമായ സമ്പാദ്യം നമ്മൾ അറിയണം. എനിക്കറിയാം ഈ വന്നിരിക്കുന്നത് തട്ടിപ്പിൽ കൂടിയിട്ടാണ്, കസ്റ്റമറെ പറ്റിച്ചിട്ടാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുതന്ത്രവും കൃത്രിമവും കാണിച്ചിട്ടാണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ നമ്മൾ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് മകൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു ഒരു അടിമയുണ്ടായിരുന്നു. അപ്പം അടിമ ജോലിയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പാദ്യത്തിന്, അടിമ അങ്ങനെയാണല്ലോ, സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓഹരി, ഒരു വിഹിതം യജമാന് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് അതിന്റെ തർത്തീബ്. കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം സമ്പത്തൊക്കെ കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് സാധനങ്ങളൊക്കെ വാങ്ങി തിന്നാൻ വേണ്ടി തുടങ്ങി. പതിവിൽ നിന്ന് വിപരീതമായി അന്ന് അടിമ ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ഈ തിന്നുന്ന ഇന്നത്തെ ഭക്ഷണത്തിന്റെ സോസ് എന്താണെന്ന് അറിയാന്ന് വെച്ചു. ആ തദ്രീമാ ഹാദാ, ഇതെന്താണെന്നറിയോ?
ചില റിവായത്തുകൾ ഈ പറഞ്ഞതുപോലെ കൊണ്ടുവന്നത് ഭക്ഷണ സാധനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തിന്നുന്നത് എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാം സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് അടിമ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അന്നൊരു ചോദ്യം പറച്ചിലില്ലാതെ അബൂബക്കർ റളിയല്ലാഹു തിന്നാൻ തുടങ്ങിയപ്പോൾ അടിമ ചോദിച്ചു, അതദ്രി മഹാദ. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, എന്താ? നീ എപ്പോഴും കൊണ്ടുതരുന്നത് പോലെ നീ ജോലി ചെയ്തതിന്റെ ഭാഗമാകാം. അപ്പൊ അയാൾ പറഞ്ഞു, അതല്ല, തകഹൻതു ലിഇൻസാൻ ഫിൽ ജാഹിലിയ, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഞാൻ ഒരാൾക്ക് ജോത്സ്യം ചെയ്തു കൊടുത്തിരുന്നു, ഭാവി പ്രവചിച്ചു കൊടുത്തു. എനിക്കത് അറിയൊന്നുമില്ല, ഞാൻ വെറുതെ പ്രവചിച്ചു. അത് പ്രവചിച്ചത് അത് യാദൃശ്ചികമായി ശരിയായിപ്പോയി, യാദൃശ്ചികമായി ശരിയായി. ഇപ്പോഴാണ് അയാൾ എന്നെ കണ്ടുമുട്ടിയത്. ആ സന്തോഷത്തിൽ അയാൾ എനിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ വസ്തു, അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകിയത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ അടിമ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ പരിചയമുള്ള 3-4 ഉസ്താദുമാരെ വിളിച്ചിട്ട് ഇത് അനുവദനീയമാക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ ഉസ്താദേ, ഇത് ഹലാലാക്കി തീർക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? പണ്ടൊരു വല്യമ്മയുടെ സംഭവം നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്. വല്യമ്മന്റെ ഒരു ആഭരണം നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടപ്പോൾ വല്യമ്മ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇത് ആരെ കയ്യിൽ കിട്ടിയാലും ഒരു മുസ്ലിയാരെ കയ്യിൽ കിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ കയ്യിൽ കിട്ടുക. അപ്പോൾ ഒരാളെ ചോദിച്ചാൽ എന്താ കാര്യം? ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയാൽ അത് അയാൾക്ക് ആക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് മൂപ്പര് കണ്ടുപിടിക്കും. അത് നമ്മുടെ ചിന്തയാണത്. അത് ഏതെങ്കിലും സംഘത്തിനെയോ സമൂഹത്തിനെയോ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല. ഇതാണ് നമ്മുടെ ചിന്ത. നമുക്ക് ഒരു പലിശന്റെ പണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മളതാക്കാൻ എന്താണ് വകുപ്പ്? അല്ലെങ്കിൽ ഒരു ഹറാമായ ഒരു ഇടപാട് ഒരു കമ്പനിയുമായി ട്രേഡ് നമുക്ക് നടത്തുന്നുണ്ട്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഹലാലാക്കി തീർക്കാം എന്നതാണ് നമ്മുടെ ചിന്ത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വായിൽ കൈയിട്ടിട്ട് തിന്നത് മുഴുവൻ ഛർദ്ദിച്ചു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പട്ടിണി കിടന്നാലും തരക്കേടില്ല. പട്ടിണി കിടന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടും. കാരണം എന്തിനുകൊണ്ടാ പട്ടിണി കിടന്നത്? ഹലാല് സമ്പാദിക്കാൻ പരിശ്രമിച്ചു ഞാൻ. അള്ളാഹു നീ എനിക്ക് റിസ്ക് നൽകിയില്ല. ഞാൻ നീ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുന്ന അള്ളാഹു പറഞ്ഞത്. ഞാൻ പുറപ്പെട്ടു രാവിലെ, ഞാൻ എന്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. എന്റെ സാധനം ആരും വാങ്ങിയില്ല, അത് മോശമായി, എനിക്കൊന്നും തിരിച്ചു കിട്ടിയില്ല. ഞാനിതാ പട്ടിണിയോടുകൂടി എന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങുന്നു. ഞാൻ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നു. അള്ളാഹു ഇതിനേക്കാൾ പകരം നൽകും. അതിന് പകരം നമ്മൾ തട്ടിപ്പ് ഉപയോഗിച്ചിട്ടും വെട്ടിപ്പ് ഉപയോഗിച്ചിട്ടും പല പല പേരിലും ഇന്ന് പുതിയ പുതിയ പേരുകളാണ്. ജനങ്ങളുടെ സമ്പത്തിനെ എങ്ങനെ എൻ്റെ പോക്കറ്റിലേക്ക് ആക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങൾ അതിന്റെ ഗൗരവം എത്രമാത്രം പറഞ്ഞു. യഅതി അലന്നാസി സമാനൻ, ഒരു കാലം വരും, അന്ന് മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, എന്താണ് ഇങ്ങോട്ട് വരുന്നത് അതിനെപ്പറ്റി ഒരു ശ്രദ്ധയുണ്ടാവില്ല. അമിനൽ ഹറാമി അമ്മിനൽ ഹലാൽ, ഇത് എനിക്ക് ഹറാമാണോ ഇതെനിക്ക് ഹലാലാണോ എന്ന ചിന്ത അവനുണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പാദ്യം ഹലാലാക്കാനുള്ള പ്യൂരിഫിക്കേഷൻ, നമ്മളൊക്കെ വീട്ടിൽ ഫിൽറ്റർ വെക്കാറുണ്ട്. കിണറുള്ള വീടുകളിലും ഫിൽറ്റർ കാണാം. എന്തിനാ ഫിൽറ്റർ? ഒരു ജേംസും ഒരു ടോക്സിക്കായ ഒരു സാധനം എൻ്റെ ശരീരത്തിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ സമ്പത്തുള്ളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഫിൽറ്ററുകൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതാണ് ആ ഫിൽറ്ററുകൾ? ശരീഅത്തിന്റെ അഹ്കാമുകളാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കുറേ പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ പറയാം. മറ്റൊരു അവസാനത്തെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഇടപാടിൽ നമ്മൾ സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യുന്നു, ആ കച്ചവടത്തിൽ ഇടപാടിൽ അവൻ സത്യസന്ധത പുലർത്തുന്നു. ഇതാണ് ഇതിന്റെ മാർക്കറ്റ് വില, ഇതാണ് ഇതിന്റെ വില, ഇതിന് ഇന്ന ന്യൂനതകളുണ്ട്, അതോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് സത്യസന്ധതയോടുകൂടി അതിലുള്ള കുറവുകളെ വിശദീകരിച്ച് അതിന്റെ ക്വാളിറ്റികളെ വിശദീകരിച്ച് കൊടുത്ത് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഏതിടപാടാണെങ്കിലും ആ ഇടപാടിൽ അല്ലാഹു തആല അവന് ബറക്കത്ത് ചെയ്യും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ നൽകുന്ന ഉത്തരവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പല്ല, അല്ലെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിന്റെ കീഴിൽ നൽകുന്ന ഒരു ഉറപ്പല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത്, നീ കച്ചവടം ചെയ്യുമ്പോൾ, ഉദ്യോഗം ചെയ്യുമ്പോൾ, അല്ലെ, കച്ചവടം നമ്മൾ കമ്പനികൾക്കൊക്കെ പോകുമ്പോൾ അവിടെയും കുറെ തട്ടിപ്പുകളുണ്ട്, സത്യസന്ധത ഇല്ലാതെ നമ്മൾ കാണിക്കാറുണ്ട്. നമുക്ക് അനുവദിക്കപ്പെട്ട ലീവുകൾ ഉണ്ടാകും, നമുക്ക് ലീവ് എടുക്കണം, അപ്പൊ നമ്മൾ ഇല്ലാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഉണ്ടാക്കും. പ്രിയമുള്ള, ഇത് വഞ്ചനയാണ്. ഇതെവിടെ സത്യസന്ധത എന്ന് പറയാൻ വേണ്ടി പറ്റും? ഇല്ലാത്ത കള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്പനിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ആ കമ്പനിയിൽ ആളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഒരല്പം പണം കൊടുത്ത് 2 വർഷത്തിന്റെയോ 3 വർഷത്തിന്റെയോ ഒക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്.
അവിടെ നമ്മൾ എന്തിനാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്? ആൾക്ക് ജോലി വൃത്തിയായി ചെയ്യാൻ അറിയുമെന്നത് കൊണ്ടാണ്. ഇവിടെ വന്നിട്ട് ആ ജോലിയിലുള്ള അപാകത കൊണ്ട് എത്ര മനുഷ്യർക്കാണ് അതിന്റെ പ്രയാസം ഉണ്ടാകുന്നത്? സത്യസന്ധത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സത്യസന്ധനായ സമ്പാദിക്കുന്നവൻ, കച്ചവടക്കാരൻ, അവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവൻ നബിമാരുടെ കൂടെയായിരിക്കും, സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ബാഹ്യമായി ചിലപ്പോൾ നമുക്ക് കുറവുണ്ടാകാം, പ്രയാസമുണ്ടാകാം നമ്മൾ സത്യസന്ധത കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ സത്യസന്ധത നമ്മുടെ കമ്പനിൻ്റെയോ നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ അടയാളമായിട്ട് മാറും, ട്രേഡ് മാർക്കായിട്ട് മാറും. ഇപ്പൊ നമ്മൾ ഓരോന്നിനും പറയുമ്പോൾ പറയാറുണ്ടല്ലോ ഓരോ കമ്പനിന്റെയും പ്രത്യേകത എന്നതുപോലെ ചില സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് അവിടെ തട്ടിപ്പുണ്ടാവൂല, കലർപ്പുണ്ടാകൂല എന്ന്. അത് നമ്മളിങ്ങനെ എഴുതി വെക്കണമെന്നൊന്നില്ല. കലർപ്പില്ലാത്തത് മായമില്ലാത്തത് എഴുതേണ്ടതില്ല. ഒരിക്കലും തേനിന്റെ പുറത്ത് തേനാകുന്നെന്ന് എഴുതാറില്ല. എന്നതുപോലെ നമ്മുടെ ഇടപാടിൽ നമ്മുടെ സത്യസന്ധത കാണിച്ചാൽ അത് കൺസ്യൂമേഴ്സിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോകുന്നതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും. ഈ പറയപ്പെട്ട പോലെ വാടകയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾ പല രീതിയിലുള്ള തട്ടിപ്പ് നമ്മൾ നടത്താറുണ്ട്. വാടകയും മേൽവാടകയും അതിന്റെ മേൽവാടകയും അതിന്റെ മേൽവാടക കൊടുത്ത് ആ കൈമാറ്റം ചെയ്ത് അവസാനം ഒന്നാമത്തെ തട്ടിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇടപാടുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമ്പാദ്യം. ആ സമ്പാദ്യ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രീതിയിലാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ന വീഴ്ചകൾ തിരുത്തുവാനും ഇനി അങ്ങോട്ടുള്ള ഇടപാടുകൾ നന്നാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.